അങ്ങനെ സ്വന്തം വയറ്റിലേക്ക് കത്തി കുത്തിയിറക്കേണ്ട ഗതികേട് വരെയാണ് കേട്ടോ അലീനയ്ക്ക് സ്വന്തം മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതാണ് വെച്ചാൽ രോഹിത്തും ഹരിയും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം ആയതുകൊണ്ട് തന്നെ അവരാകെ ഞെട്ടുകയാണ് കേട്ടോ. അങ്ങനെ വെപ്രാണത്തിൽ അലീനേനെ താഴെ കൊണ്ടുവന്ന് കിടത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. രക്ഷപ്പെടാനുള്ള വെപ്രാണത്തിൽ താഴെ കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട്. സ്റ്റെയറിലെ ബ്ലഡൊക്കെ എന്നിട്ട് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ച് അതൊക്കെ ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ട് അവരവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും അലീനയുടെ മൊബൈൽ അടിക്കുന്നുണ്ട് കേട്ടോ. അലീനയ്ക്കാണെന്ന് വെച്ചാൽ ബോധമില്ലല്ലോ, ആ മയക്കുമരുന്ന് കലർത്തും കൂടിയും ചെയ്തതുകൊണ്ട് തന്നെ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞാലാണ് അലീനയ്ക്ക് ബോധം വരുള്ളൂ. അപ്പോൾ ആ സമയത്താണ് രേവതിക്കുട്ടിയുടെ ഫോൺ വരുന്നത് കേട്ടോ. രേവതിക്കുട്ടിയാണെന്ന് വെച്ചാൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോയ അലീന ചേച്ചി ഇതുവരെ വിളിച്ച് കാണാനില്ല. 2-3 വട്ടം വിളിച്ചപ്പോഴും ഫോൺ ആരും എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവസാനം വിളിച്ചപ്പോൾ ഫോണ് റിങ് ചെയ്തപ്പോഴേക്കും ഹരി പേടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹരി പോയി നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ രേവതിക്കുട്ടീനെ സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഹരി ചോദിക്കുന്നുണ്ട് ഇത് ആരുടെ ഫോണാണെന്ന് ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട് കേട്ടോ അത് അലീനയുടെ ആണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരി പറയുന്നുണ്ട് അവിടുന്ന് പോരുമ്പോൾ ഇവൾക്ക് ഫോണൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും അറിയില്ല, അവളുടെ കയ്യിൽ ഇടയ്ക്ക് ഞാൻ ഈ ഫോൺ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. നീ അത് എന്നാൽ ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ പറഞ്ഞിട്ട് ഹരി ആ ഫോണും കയ്യിലെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ വെപ്രാളത്തിൽ വേഗം പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് പോയി 2 പേരും ബൈക്കൊക്കെ എടുത്ത് പുറത്തേക്ക് വേഗം പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗേറ്റൊന്നും അടയ്ക്കുന്നില്ല കേട്ടോ. ഫ്രണ്ടിലെ വാതിൽ മാത്രം അടച്ചിട്ട് അവർ വേഗം ചാരിയിട്ട് അവർ വേഗം വെപ്രാളത്തിൽ വേഗം വണ്ടി എടുത്ത് പോകുന്നുണ്ട് കേട്ടോ. ഇവർ വണ്ടി എടുത്ത് പോകുന്നത് കണ്ടതും ഈ ഡോക്ടർ ശർമ്മയുടെ വീട്ടിൽ നായ അണിച്ച് കുറച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഹരീനെ കണ്ടപ്പോൾ തൊട്ട് നായ കുറച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവർ പോകുന്നത് കണ്ടതും നായയ്ക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ടാവും. ചിലപ്പോൾ അലീനയെ അപകടമായി, അലീനയ്ക്ക് എന്തോ പറ്റിയെന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം നായ ആകെ വെപ്രാളം കാണിക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയൊക്കെയോ മതിലൊക്കെ ചാടി ആ നായ വീട്ടിലേക്ക് കയറി വരികയാണ് കേട്ടോ. കയറി വരിക എന്ന് പറഞ്ഞാൽ ഓടി വരികയാണ്. അപ്പോൾ നായ പോകുന്നത് ശർമ്മ ഡോക്ടർ കാണുന്നുണ്ട് കേട്ടോ. ഡോക്ടറും പിന്നാലെ വരുന്നുണ്ട്. നായ വന്നിട്ട് വാതിലിൻ്റെ അവിടെ ഇങ്ങനെ വാതിൽ തുറക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നായയ്ക്ക് വയ്ക്കുന്നില്ല തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ശർമ്മ ഡോക്ടർ വാതിൽ തള്ളി നോക്കുമ്പോൾ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. കാരണം അലീന ചോരയിൽ കുളിച്ചെടുക്കുന്ന അലീനേനെയാണ് കാണുന്നത് കേട്ടോ. അലീനയോട് ദേഷ്യം കാണിച്ചാലും ഒരു പെൺകുട്ടി അപകടത്തിൽ പെട്ട് കിടക്കുക എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടറായ നിലയ്ക്ക് ശർമ്മ ഡോക്ടർക്ക് അവളെ നോക്കാതിരിക്കാൻ പറ്റില്ല. ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ശർമ്മ ആദ്യം അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ശ്വാസം ഉണ്ടോ നോക്കുന്നുണ്ട്. ശ്വാസമൊക്കെ ഉണ്ട്. കൈയൊക്കെ പിടിച്ച് നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ ആ കുത്ത് കിട്ടിയതിൻ്റെ മയക്കത്തിലായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ വേഗം ആംബുലൻസ് വിളിച്ച് വരുത്തുന്നുണ്ട്. എന്നിട്ട് അതിൽ അലീനേനെ കയറ്റി ആംബുലൻസ് പോകുന്നുണ്ട് കേട്ടോ. ആംബുലൻസിൻ്റെ പിന്നാലെ റിങ്കു, അതായത് ആ നായും പിന്നാലെ പടി വരെ ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. ഡോക്ടറും പടി വരെ ചെല്ലുന്നുണ്ട്. ആംബുലൻസ് പോയി എന്ന് മനസ്സിലാക്കിയ പോയതിന് ശേഷം ഡോക്ടർ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് മുത്തശ്ശീനെ കാണുന്നത്. മുത്തശ്ശി അതായത് അലീന കിടന്ന ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് റൂമിൽ തന്നെയാണല്ലോ മുത്തശ്ശി ഉള്ളത്. മുത്തശ്ശിയാണെന്ന് വെച്ചാൽ അലീനനെ കാണാതെ ആകെ എന്ത് പറ്റി, എവിടെ പോയി ഈ പെണ്ണെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം അത്ര നേരം വിളിച്ചിട്ടും അലീനനെ കാണാനില്ലല്ലോ. എന്നിട്ട് മുത്തശ്ശിയോട് ശർമ്മ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ നിൽക്കുന്ന സെർവൻ്റ് ഇല്ലേ, ആ കുട്ടിക്ക് ചെറിയൊരു അപകടം പറ്റി, ഞാൻ ആംബുലൻസൊക്കെ വിളിച്ചിട്ടുണ്ട്, അവളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്ത് പറ്റി, അലീനയ്ക്ക് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി പെട്ടെന്ന് എണീക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശർമ്മ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ വിഷമിക്കൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല, എന്തോ ബോധം കെട്ട് വീണതാണ് എന്തോ തോന്നുന്നു, ചെറുതായിട്ടൊന്ന് ബോധം കെട്ട് വീണതാണ് തോന്നുന്നു, കുട്ടിക്ക് ബോധമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്, ഞാൻ ബാലചന്ദ്രനെ വിളിച്ച് പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വിഷമിക്കേണ്ട, ബാലേന്ദ്രനെയും വൈജയന്തിനെ ഞാൻ വിളിച്ച് പറയാം, ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരാതിരിക്കില്ല എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകെ വിഷമിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മുത്തശ്ശി ഇരിക്കാൻ കേട്ടോ. മുത്തശ്ശിക്ക് എണീക്കാനും പറ്റില്ലല്ലോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടീനെയാണ് കേട്ടോ. രേവതിക്കുട്ടിയാണ് വെച്ചാൽ ആകെ വിഷമിച്ച് വരുന്ന വഴിക്കാണ് അവളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും മനസ്സിലായി, അപ്പോഴും ഞാൻ പറഞ്ഞതാണ് പോവണ്ടെന്ന്. എന്നിട്ടിപ്പോൾ എവിടെ കാണുന്നില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ ഗ്രേസി ആൻറ്റി ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്ന് പറയാൻ കേട്ടോ. അല്ല ആൻറ്റി, ഞാൻ കുറേ നേരമായി
അലീന ചേച്ചീനെ വിളിക്കുന്നു. അലീന ചേച്ചി ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഗ്രേസി ആൻറ്റി പറയുന്നുണ്ട് അവൾ നിന്നെപ്പോലെ ആവില്ല, എന്തെങ്കിലുമൊക്കെ പണി തിരക്കിലായിരിക്കും എന്ന് പറയാൻ കേട്ടോ. അല്ല, ഞാൻ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ രോഹിത്തേട്ടൻ അവിടുത്തെ ഏട്ടൻ വന്നത്, രോഹിത്തേട്ടൻ വന്നതും നാരങ്ങ വെള്ളം കൊടുക്കാനുണ്ട് പറഞ്ഞിട്ട് അലീന ചേച്ചി പോയതാണ്. പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. 10 മിനിറ്റ് പറഞ്ഞിട്ട് പോയ ആളെ 1 മണിക്കൂറായിട്ടും വിളിച്ചിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. ഞാൻ വിളിക്കുന്നുണ്ട്, എടുക്കുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നെന്ന് ഗ്രേസി ആൻറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അല്ല ആൻറ്റി, ഈ രോഹിത് എന്ന് പറയുന്ന ചേട്ടൻ്റെ സ്വഭാവം കുറച്ച് മോശമാണ്. ഒരു വട്ടം അലീന ചേച്ചീനെ കയറി പിടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളതാണെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം ഗ്രേസി ആൻറ്റി പറയും, എന്നിട്ട് നീ ഇപ്പോഴാണോ പറയുന്നത് ഇങ്ങനെ മോശപ്പെട്ട ആൾക്കാരുള്ള സ്ഥലത്ത് പിന്നെ അവളിങ്ങനെ ജോലിക്ക് പോയത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അതിനൊക്കെ വേറെ കാരണം ഉണ്ടായിട്ട് ഇപ്പം ഞാൻ എന്താ ചെയ്യാന്ന് പറയാണ്. അപ്പം നീ ഒന്നും കൂടി വിളിച്ചു നോക്ക് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഒന്നും കൂടി വിളിക്കുമ്പോൾ ഹരിയുടെ കയ്യിൽ ഈ ഫോൺ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ വണ്ടി നിർത്തിയിട്ട് ഇനി എന്താ ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ഓഫാക്കിയിട്ട് ഒരു തോട്ടിലേക്ക് വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയാണ്, ഫോൺ വലിച്ചെറിഞ്ഞു കേട്ടോ. അപ്പോൾ രോഹിത് പറഞ്ഞു, നീ എന്താ ചെയ്തതെന്ന് പറയാൻ കേട്ടോ. പിന്നെ ആ ഫോൺ നമ്മുടെ കയ്യിൽ വെച്ചിരുന്നിട്ട് എന്തിനാ അത് കളയുക, ഏതോ രേവതിക്കുട്ടി കുറേ നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. ഇനി അത് അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയാൻ കേട്ടോ. അല്ലടാ, എനിക്ക് പേടിയാവുന്നു. ഇനിയിപ്പോൾ അവൾ മരിച്ചിട്ടില്ലെങ്കിലും അവൾക്ക് ബോധമുണ്ടെങ്കിൽ നമ്മൾ അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ അവൾ എല്ലാവരോടും പറയില്ലേ, പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ രോഹിത് ഹരിയോട് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഹരി പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ആകെ പെട്ടുപോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത്തും ഹരിയും കൂടി നിൽക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇപ്പോൾ ഫോൺ റിങ് ചെയ്തൊന്നും സ്വിച്ച് ഓഫ് ആയി ആൻറ്റി, എനിക്ക് പേടിയാവുന്നു, അലീന ചേച്ചിക്ക് എന്തോ സംഭവിച്ചിരുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗ്രേസി ആൻറ്റി പറയാണ്, നിൻ്റെ അടുത്ത് മനുവിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ മനുവിനെ വിളിച്ച് പറയുമെന്ന് പറയാൻ കേട്ടോ. എൻ്റെ അടുത്ത് മനുവിൻ്റെ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി വേഗം മനുവിനെ വിളിക്കുകയാണ്. മനു കാണിച്ച് ഡ്രൈവിങ്ങിലായിരിക്കും കേട്ടോ. മനു എന്നിട്ട് കോൾ എടുക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, രേവതി സുഖമല്ലേ രേവതി കുട്ടിക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ മനുവേട്ടൻ ഇപ്പോൾ എവിടെ, എറണാകുളത്താണോ അതോ വീട്ടിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട്, ഞാൻ വീട്ടിലാണെന്ന് പറയാൻ കേട്ടോ. മനുവേട്ട അലീന ചേച്ചി ഫോൺ എടുക്കുന്നില്ല വിളിച്ചിട്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, അവൾക്ക് അതിന് ഫോണുണ്ട് എന്നുള്ള വിചാരമൊന്നും ഇല്ലല്ലോ, അവൾ വല്ല പണിത്തിരക്കിലായിരിക്കും, തിരിച്ച് വിളിക്കുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അല്ല, അലീന ചേച്ചിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് രോഹിത്തേട്ടൻ കയറി വന്നത്. രോഹിത്തേട്ടന് നാരങ്ങ വെള്ളം കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്. പിന്നെ ഫോൺ എടുക്കുന്നില്ല, ഞാൻ കുറേ വിളിച്ചു, ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് എന്ന് പറയാൻ കേട്ടോ. രോഹിത് ഞാൻ അവിടെ പോയി വന്നതാണല്ലോ, അപ്പോൾ രോഹിത് ക്ലാസ്സിലേക്ക് പോയിരിക്കുകയായിരുന്നല്ലോ പറഞ്ഞു കേട്ടോ മനു. എന്നാ അറിയില്ല, രോഹിത്തേട്ടൻ വന്നു പറഞ്ഞിട്ട് അലീന ചേച്ചി ഫോൺ കട്ടാക്കിയത്. പിന്നെ ഇപ്പോൾ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. മനുവേട്ടനെ ഒന്ന് അന്വേഷിച്ചിട്ട് വിളിക്കുമോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ വിളിക്കാം, നീ ടെൻഷൻ ആവണ്ട ശരിയെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ആരെ വിളിക്കണമെന്ന് അറിയാതെ മനു ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മുത്തശ്ശിക്ക് ഫോൺ കൊടുത്ത കാര്യം മനുവിന് ഓർമ്മ ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് മനു വേഗം മുത്തശ്ശീനെ വിളിക്കും. മുത്തശ്ശീനെ വിളിക്കുമ്പോൾ മുത്തശ്ശി തപ്പിത്തറിഞ്ഞ് ഫോണൊക്കെ എടുക്കും കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയോട് കാര്യങ്ങൾ അന്വേഷിക്കും. മുത്തശ്ശി കരഞ്ഞിട്ട് പറയും, അവൾക്ക് എന്തോ അപകടം പറ്റി ഇത്രേ, ഇവിടെ അടുത്തുള്ള ശർമ്മ ഡോക്ടർ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടതും മനു ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. എന്നിട്ട് മനു വേഗം ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട്. ബാലേന്ദ്രനോട് ശർമ്മ ഡോക്ടർ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ബാലേന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ മനുവിനോട് ഇന്ന ഹോസ്പിറ്റലാണ്, അങ്ങോട്ടേക്ക് വരാൻ ബാലേന്ദ്രനും പറയുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ ICUവിൽ അലീനേനെ അഡ്മിറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. കുറേ ബ്ലഡ് പോയതുകൊണ്ട് ആ ഗ്രൂപ്പിലുള്ള ബ്ലഡ് കൊടുക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ അലീനയ്ക്ക് വേണ്ടിയിട്ട് ബാലേന്ദ്രൻ തന്നെ ബ്ലഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അലീനയ്ക്ക് ബോധം വരുന്നുണ്ട്. ബോധം വരുമ്പോൾ അലീനയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അലീന ആദ്യം കരഞ്ഞിട്ട് അലീന എല്ലാം ബാലേന്ദ്രനോട് തുറന്നു പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ തൻ്റെ മകനൊക്കെ അലീനയോട് ഇത്രയും മോശമായിട്ട് പെരുമാറിയെന്ന് അറിയുമ്പോൾ ബാലേന്ദ്രനെ അത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഹരിയും തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ഏതോ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ തൻ്റെ അനിയന്മാർക്ക് കഴിഞ്ഞു എന്നൊക്കെ അറിയുമ്പോൾ മനു ആകെ ഷോക്കാവുകയാണ് കേട്ടോ. എന്നിട്ട് ആ ദേഷ്യത്തിൽ ബാലേന്ദ്രൻ അവിടെ നിന്ന് എണീച്ച് പോവാണ് കേട്ടോ. അവർക്ക് എന്തായാലും തക്കതായ ശിക്ഷ കൊടുക്കണം എന്നുള്ള മനസ്സോടെ തന്നെയാണ് ബാലേന്ദ്രൻ അവിടെ നിന്ന് എണീച്ച് പോവുക കേട്ടോ. അങ്ങനെ ഒരു കിടിലൻ എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് വരാൻ പോകുന്നത്. അലീന എല്ലാ സത്യങ്ങളും ബാലേന്ദ്രനോടും മനുവിനോടും പറയുന്നുണ്ട്. പിന്നെ അത് പോലീസ് കേസൊക്കെ ആവുമെങ്കിലും പോലീസിനോട് അലീന അങ്ങനെ ഇവരെക്കുറിച്ച് ഒരു മോശം പോലെ പറയുന്നില്ല.
താൻ സ്വന്തമായിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്നുള്ള പോലെയാണ് അലീന മൊഴി കൊടുക്കുക കേട്ടോ. വീട്ടുപേരും തൻ്റെ അച്ഛനും തൻ്റെ അമ്മയ്ക്കും കുടുംബത്തിനും ഒന്നും ദോഷം വരണ്ട എന്നുള്ള രീതിയിലാണ് അലീന ചിന്തിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു എപ്പിസോഡാണ് വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്